എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനത്തിന്റെ ഓരോ അധ്യായത്തിൽ കൂടെ നാം യാത്ര ചെയ്തു വരികയായിരുന്നുവല്ലോ. ഇന്ന് നാം ചിന്തിക്കുന്നത് 29-ാം അധ്യായം. അതിന്റെ 6-ാം വാക്യം വായിക്കുന്നു. മിസ്രയീം നിവാസികൾ ഇസ്രയേൽ ഗ്രഹത്തിന് ഒരു ഓടക്കോലായിരുന്നത് കൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്ന് അറിയും. യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് പാപം ചെയ്ത് അധർമ്മത്തിൽ ജീവിച്ച യഹൂദ ജനത്തിനെ ദൈവം ന്യായം വിധിച്ചു. യെരുശലേമും നിവാസികളും നശിക്കപ്പെടുവാൻ അവരുടെ അയൽ രാജ്യങ്ങൾ തുണനിന്നു. തൽഫലമായി അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ന്യായവിധിയെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നു. 29-ാം അധ്യായത്തിൽ മിസ്രയീമിനും ഫറവോനുമുള്ള പ്രവചനമാണ്. 6-ാം വാക്യം നാം വായിച്ചത്, Then all the inhabitants of Egypt shall know that I am the Lord, because they have been a staff of reed to the house of Israel. വിദേശ രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും യഹൂദജനം മിസ്രയീമിനെ ആശ്രയിച്ചിരുന്നു. യഹൂദജനം ആശ്രയത്തിനായി ചെല്ലുമ്പോൾ മിസ്രയീമരുടെ പ്രതികരണമാണ് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴൊക്കെ നീ ഒടിഞ്ഞവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു. അവർ ഊന്നിയപ്പോഴേക്കും നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുക്കുമാറാക്കി. ഈജിപ്തിലെ നൈൽ നദിക്കരയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഞാങ്ങണ, അല്ലെങ്കിൽ നാം ഈറ എന്നൊക്കെ പറയുന്നത്. കാഴ്ചയിൽ ഇതൊരു നല്ല വടിയോ ഒരു ഊന്നുവടിയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് പൊട്ടുന്നതും യാതൊരു ബലവുമില്ലാതെ എളുപ്പത്തിൽ തകരുന്നതാകുന്നു. അതിൽ അല്പമെങ്കിലും ശക്തി കൊടുത്താൽ അത് ഒടിഞ്ഞ് നമ്മെ മുറിവേൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ബാബിലോണിന്റെ അധിനിവേശത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ മിസ്രയീം പിന്തുണയ്ക്കുമെന്ന് യഹൂദജനം വിശ്വസിച്ചിരുന്നു. ആശ്രയത്തിന് വന്നവർക്കൊരു താങ്ങോ തണലോ കൊടുക്കാതിരുന്ന മിസ്രയീമിനും ന്യായവിധി ഉണ്ടായി. ഈ ചരിത്ര പശ്ചാത്തലം നമ്മോട് വിളിച്ചറിയിക്കുന്നത്, നാം ഇടപെടുന്ന പലരും നമ്മെ വിശ്വസിക്കുകയും ചിലപ്പോഴൊക്കെ ആശ്രയത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന് പകരം അവരെ കുത്തി നോവിപ്പിക്കുന്ന അവസ്ഥകളാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് എങ്കിൽ നിശ്ചയമായും ദൈവം അത് കൈകാര്യം ചെയ്യും. സദൃശവാക്യങ്ങൾ 23:13 പറയുന്നു, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയുമില്ല. മറ്റൊരു ചിന്ത ഈ വാക്യത്തിൽ നിന്ന് പറയുവാനുള്ളത്, നമ്മുടെ ആശ്രയം എവിടെയാണ്, ആരിലാണ് അത് അർപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയമില്ലാത്ത ജനങ്ങൾ അവർ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന പല ഊന്നുവടികളുമുണ്ട്. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ജനപ്രീതി, മദ്യം, മയക്കമരുന്ന്, ഇങ്ങനെ പലതും. 118-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ വായിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയമുള്ളവരെ, നാം വിശ്വസിക്കുന്ന പലരും തക്ക സമയത്ത് നമ്മെ ഉപേക്ഷിച്ചെന്നിരിക്കും. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ആശ്രയിപ്പാൻ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും അന്ത്യം വരെയും വിശ്വസ്തയോടെ നിലനിൽപ്പാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എൻ
എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും.